നെക്സ്റ്റ് മെഷേഴ്സ് എഫക്റ്റിംഗ് കോമ്പറ്റീഷൻ. ചില കൺട്രീസിലൊക്കെ ചില കമ്പനീസൊക്കെ ഭയങ്കര മോണോപോളി ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ മോണോപോളി ഉണ്ടായിരിക്കാനായിട്ട് കമ്പനീസിനെ ഗവൺമെൻറ് തിരഞ്ഞെടുക്കും. അതായത് ലീഗൽ മോണോപോളി എന്ന് പറയുന്നത് ഗവൺമെൻറ് തിരഞ്ഞെടുത്തിട്ട് ഗവൺമെൻറ് അവർക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ളൊക്കെ അധികാരങ്ങൾ കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രത്യേക പ്രിവിലേജസ് ഒക്കെ കൊടുക്കും. അതായത് സ്റ്റേറ്റ് ട്രേഡിംഗ് എൻ്റർപ്രൈസസ് എന്ന് പറയും. എ ഗവൺമെൻറ് ഓൺഡ് ഏജൻസിയാണ് ദറ്റ് ഹാസ് ദ സോൾ റൈറ്റ് ടു ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് എ സ്പെസിഫിക് പ്രോഡക്റ്റ് സച്ച് ആസ് നാഷണൽ വീറ്റ് ബോർഡ് ദാറ്റ് ഈസ് ദ ഓൺലി എൻറ്റിറ്റി അലൗഡ് ടു ബൈ ഗ്രെയിൻ ഫ്രം എബ്രോഡ്. അപ്പോൾ വീറ്റ് ഈ ഒരൊറ്റ എൻറ്റിറ്റിക്ക് മാത്രമേ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. ഗവൺമെൻറ് എക്സ്ക്ലൂസീവ്ലി ഒരു കമ്പനിക്കോ ഒരു അതോറിറ്റിക്കോ ഒക്കെ ഇങ്ങനെ റൈറ്റ് കൊടുക്കുന്നതാണിത്. അങ്ങനെ കോമ്പറ്റീഷനെ തടയുന്നതാണ് ഇത് കേട്ടോ. കോമ്പറ്റീഷൻ ഒരൊറ്റ ഒരാളെ ഇത് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ. കുറേ പേരുണ്ടെങ്കിലല്ലേ കോമ്പറ്റീഷനുള്ളൂ. സോൾ ഇമ്പോർട്ടിംഗ് ഏജൻസീസ് കണ്ടോ. പ്രൈവറ്റ് കമ്പനീസ് ഗ്രാൻഡഡ് ആൻ എക്സ്ക്ലൂസീവ് ലൈസൻസ് ബൈ ദ ഗവൺമെൻറ് ടു ബി ദ ഓൺലി ഇമ്പോർട്ടർ ഓഫ് എ സ്പെസിഫിക് ഗുഡ് സച്ച് ആസ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഓർ ലക്ഷറി വെഹിക്കിൾസ് ഒക്കെ ചില ഒരു കമ്പനീസിന് മാത്രം പ്രൈവറ്റ് ലൈസൻസായിട്ട് ഗവൺമെൻറ് അങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്, എക്സ്ക്ലൂസീവ് ലൈസൻസായിട്ട്. നെക്സ്റ്റ് കമ്പൽസറി നാഷണൽ സർവീസ് ഉണ്ട്. ലോസ് റിക്വയറിംഗ് ദാറ്റ് ഓൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് ബി ഇൻഷുർഡ് ബൈ എ സ്പെസിഫിക് ഡൊമസ്റ്റിക് ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, സ്പെസിഫിക് ഡൊമസ്റ്റിക് ഇൻഷുറൻസ് കമ്പനി എന്തായാലും ഇൻഷൂർ ചെയ്യണം. ഓർ ട്രാൻസ്പോർട്ടഡ് ഓൺലി ബൈ ദ നാഷണൽ ഷിപ്പിംഗ് ലൈൻ. ഓക്കെ, അപ്പം നാഷണൽ ഷിപ്പിംഗ് ലൈനിൽ മാത്രമായിരിക്കണം അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണ്ടേ എന്നുള്ളതാണ്. അതായത് ഈ ഗുഡ്സ് ഇൻഷുർ ചെയ്യില്ലേ, ഈ കരയിൽ നിന്ന് ആ കരയ്ക്ക് ഷിപ്പ് എത്തുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജോ ലോസോ സംഭവിച്ചാൽ ഇൻഷുറൻസ് ഓൾറെഡി നമ്മൾ അതിന് എടുത്തേക്കണം. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പൽസറി ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി ആയിരിക്കണം ആ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത്. അതും നമ്മുടെ നാഷണൽ ഷിപ്പിംഗ് ത്രൂ ആയിരിക്കണം അത് വരേണ്ടത്. ഷിപ്പിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഷിപ്പിംഗ് ബിസിനസ്സിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഷിപ്പിംഗ് ചെയ്ത് ഇവിടം വരെ എത്തുന്നതൊക്കെ നാഷണലിൻ്റെ ഷിപ്പിംഗ് ആയിരിക്കണം, അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നേഷൻ്റെ ഷിപ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സർവീസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ കമ്പൽസറി ആയിട്ട് പറയും എന്നുള്ളതാണ്. പിന്നെ ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി മോണോപോളീസ്. ഗവൺമെൻറ് സാങ്ഷനഡ് മോണോപോളീസ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് ടെലി കമ്മ്യൂണിക്കേഷൻ, postal service and utilities, water and electricity where competition is legally prohibited. അപ്പം അതൊക്കെ ഗവൺമെൻറ് പ്രത്യേകമായിട്ട് ഇവരിത് ചെയ്യണം എന്നിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ തന്നെ KSEB, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇലക്ട്രിസിറ്റി, അതൊക്കെ ഗവൺമെൻറ് വേറെ ആർക്കും കോമ്പറ്റീഷന് വേണ്ടി അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ മാത്രം മോണോപോളിയാണ്. ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റ്, ഇന്ത്യൻ റെയിൽവേ, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി മോണോപോളീസാണ്. അതിലൊന്നും വേറെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പ്രോഹിബിറ്റഡ് ആണ്. കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇവിടെ ഫോർ എക്സാമ്പിൾ എ സ്റ്റാറ്റ്യൂട്ടറി മാർക്കറ്റിംഗ് ബോർഡ് മേ ബി ഗ്രാൻഡഡ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ഇമ്പോർട്ട് വീറ്റ് ഓർ ചാനലൈസിംഗ് ഏജൻസി ലൈക്ക് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ മേ ബി ഗിവൻ മോണോപോളി റൈറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് പാം ഓയിൽ. കണ്ടോ, ഗവൺമെൻറ് തന്നെ ഈ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാം ഓയിൽ. When a state agency or a monopoly import agency sells in the domestic market at a price above those existing in the world market, the effect will be similar to an import tariff. Okay. അപ്പം നമ്മൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഏജൻസീസ് എന്ത് ചെയ്യാണ്, കുറച്ച് ഏജൻസീസിന് മാത്രം ഇവിടെ പാം ഓയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡൊമസ്റ്റിക്കലി. അവർ ഈ ഏജൻസി തന്നെ ഇമ്പോർട്ട് ചെയ്യും. ആ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷന് മാത്രം അതിനുള്ള അധികാരമുള്ളൂ. അവർ വന്നിട്ട് എന്ത് ചെയ്യാണ്, സെറ്റായിട്ട് പ്രൈസൊക്കെ വേൾഡിലുള്ളേക്കാളും അവർ ഇമ്പോർട്ടിന് അവർ വാങ്ങിച്ച പ്രൈസിനേക്കാളും കൂടുതലായിട്ടുള്ള പ്രൈസിന് മാർക്കറ്റിൽ വിൽക്കുക. കാരണം ഇവർക്ക് മാത്രമേ എക്സ്ക്ലൂസീവ് റൈറ്റ് ഉള്ളൂ അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് എത്ര പ്രൈസ് കൂട്ടിയിട്ടാലും ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രൈസ് കൂട്ടിയിടും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് താരിഫ് പോലെ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഗവൺമെൻറ്റിന് കമ്മീഷനൊക്കെ ഉണ്ടാവും. നോക്കാം. ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസീസ് ആണ് നെക്സ്റ്റ് ഗവൺമെൻറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 75% സാധനങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങണം, ബാക്കി 25% മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഗവൺമെൻറ് പറയണം. ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസീസ് മേ ഇൻ്റർഫിയർ വിത്ത് ട്രേഡ് ഇഫ് ദേ ഇൻവോൾവ് മാൻഡേറ്റ്സ്
that the whole of the specified percentage of the government purchases should be from the domestic firms rather than foreign firms. കണ്ടോ, നമ്മൾ മാക്സിമം നമ്മൾ ഡൊമസ്റ്റിക് ഫേംസിൽ നിന്ന് വാങ്ങുക, ബാക്കി മാത്രമേ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് ആണ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ ഗുഡ്സ് ഇത്രേ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞതാണ്. അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ കണ്ടോ, റിക്വയർഡ് ടു യൂസ് സെർട്ടൈൻ മിനിമം ലെവൽസ് ഓഫ് ലോക്കലി മെയ്ഡ് കോമ്പോണൻറ്റ്സ്. 25% ഓഫ് ദ കോമ്പോണൻറ്റ്സ് ഓഫ് ഓട്ടോമൊബൈൽസ് ടു ബി സോഴ്സ്ഡ് ഡൊമസ്റ്റിക്കലി ആയിരിക്കണം. പിന്നെ റെസ്ട്രിക്റ്റിംഗ് ദ ലെവൽ ഓഫ് ഇമ്പോർട്ടഡ് കോമ്പോണൻസിൻ്റെ ലെവൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ലിമിറ്റിംഗ് ദ പർച്ചേസ് ഓർ യൂസ് ഓഫ് ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ടു ആൻ എമൗണ്ട് റിലേറ്റഡ് ടു ദ ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓഫ് ലോക്കൽ പ്രൊഡക്ട്സ് ദാറ്റ് ഇറ്റ് എക്സ്പോർട്ട്സ്. അതായത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്, പ്രീവിയസ് ഇയറിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ എക്സ്പോർട്ട് ചെയ്ത ഒരു ഏർണിങ്സ് കിട്ടൂലേ, ആ പ്രോഫിറ്റിൻ്റെ 75% മാത്രമേ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ ഈ ഇയർ. മനസ്സിലായല്ലോ? കഴിഞ്ഞ വർഷത്തിൽ ഇത്ര എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ഒരു ഏർണിങ്സ് കിട്ടിയിട്ടുണ്ടാവും. ആ ഏർണിങ്സിൻ്റെ 75% ഇമ്പോർട്ടാണ് ഈ വർഷം ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്ഷൻസ്. അതായത് റെഫ്രിജറേറ്റേഴ്സ് ഉള്ള ഔട്ട്ലെറ്റിലേക്ക് മാത്രമാണ് ഇത് സെയിൽ ചെയ്യാൻ പാടുള്ളൂ, ഈ ഇമ്പോർട്ട് ചെയ്ത ഫ്രൂട്ട്സ് സെയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയില്ലേ, ഇന്ന ആൾക്ക് മാത്രമേ ഇത് സെയിൽ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു ഏജൻറ്റിനെ വരെ നമ്മൾ പറഞ്ഞിട്ട് അല്ലാത്തവർക്ക് സെയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതായത് ഒരു നല്ല വെയർ ഹൗസ് ഉള്ള ആൾക്ക് മാത്രമാണ് ഈ ഇന്ന പ്രൊഡക്റ്റ് കൊടുക്കാൻ പാടുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, അതിന് പ്രത്യേകമായിട്ട് ലൈസൻസ് പറയും. അപ്പോൾ ആരുടെ കയ്യിലാണോ ഇമ്പോർട്ടഡ് ഗുഡ്സ് കിട്ടുന്നത് അയാൾ ഈ ലൈസൻസ് കാണിച്ചു കൊടുക്കണം. അഡീഷണൽ ലൈസൻസ് വേണം, പിന്നെ സർട്ടിഫിക്കേഷൻ റിക്വയർമെൻ്റ് ഒക്കെ ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഫാമിംഗ് റിലേറ്റഡ് പ്രൊഡക്റ്റാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അയാളൊരു ഫാർമറാണ് നല്ലൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ റെസ്ട്രിക്ഷൻ ഓൺ പോസ്റ്റ് സെയിൽസ് സർവീസസ്, അത് നല്ലൊരു ആശയമാണ്. അതായത് പ്രൊഡ്യൂസേഴ്സ് മേ ബി റെസ്ട്രിക്റ്റഡ് ഫ്രം പ്രൊവൈഡിങ് ആഫ്റ്റർ സെയിൽ സർവീസസ് ഫോർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് ഒരു മെഷീൻ വേറൊരു കൺട്രിയിലേക്ക്, അപ്പം അവിടെ ആ കൺട്രിയിൽ അവർക്ക് ഇമ്പോർട്ട് ആവില്ല. അപ്പോൾ അവരൊരു പുതിയ മെഷീനറി ഇമ്പോർട്ട് ചെയ്തു. അപ്പം അവിടെ ഇനി ഈ മെഷീനറിക്ക് എന്തെങ്കിലും ഒരു റിപ്പയർ വർക്ക്സോ കാര്യങ്ങളൊക്കെ 1 year ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കൂലെന്ന്, അത് അവിടെ ഉള്ളവർ തന്നെ ആ ഒരു വർക്ക്, ആ സർവീസ് അവിടെ ഉള്ളവർ തന്നെ ചെയ്യണം. സച്ച് സർവീസസ്, അതാണല്ലേ പോസ്റ്റ് സെയിൽ സർവീസസ് എന്ന് പറയുന്നത്. സച്ച് സർവീസസ് മേ ബി റിസർവ്ഡ് ടു ലോക്കൽ സർവീസ് കമ്പനീസ് ഓഫ് ദ ഇമ്പോർട്ടിംഗ് കൺട്രി. അപ്പം ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ തന്നെ ആ പോസ്റ്റ് സെയിൽ സർവീസ് നടന്നിരിക്കണം എന്നുള്ളതാണ്. അല്ലാണ്ട് ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ്, ഇതാണ് ഇടങ്ങേറാക്കുന്ന പരിപാടി. കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ട് വെയിറ്റ് ചെയ്യുക, പിന്നെ അവിടെ കുറേ ചിറ്റലുണ്ടാക്കുക, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ മാൻഡേറ്ററി, കമ്പൽസറി ആണ് ഫോർ ഇമ്പോർട്ട് ഓഫ് ഫോറിൻ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഒബ്സ്റ്റക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അനദർ പൊട്ടൻഷ്യൽ ഒബ്സ്ട്രക്ഷൻ. കണ്ടോ, ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യണതാണ് ഗവൺമെൻറ്, കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. എന്തിനാ? ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡൊമസ്റ്റിക്കലി ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ടും, ഡൊമസ്റ്റിക് പർച്ചേസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ദീസ് വിൽ ഇൻക്രീസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഡിസ്കറേജ് ഇമ്പോർട്ട്സ്. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റൊക്കെ ഇൻക്രീസ് ചെയ്താൽ പിന്നെ അവർ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും കോസ്റ്റ് കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡിസ്കറേജ് ചെയ്യും ഇമ്പോർട്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് സ്പെസിഫൈങ് പർട്ടിക്കുലർ പ്രൊസീജിയേഴ്സ്, ഫോർമാലിറ്റീസ് റിക്വയറിങ് ലൈസൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ, റെഡ് ടേപ്പ് ആൻഡ് കറപ്ഷൻ. ഈ റെഡ് ടാപ്പിസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഗവൺമെൻറ് ബ്യൂറോക്രസി എന്നൊക്കെ പറയില്ലേ, അധികാരം ഭയങ്കരമായിട്ട് കൂടുന്ന അവസ്ഥയാണത്. പിന്നെ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൈക്കൂലി പോലുള്ള സംഭവങ്ങളാണ്. ഇൻ കസ്റ്റംസ് ക്ലിയറിംഗ് ഫ്രസ്ട്രേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഇമ്പോർട്ടേഴ്സ് ആൻഡ് പ്രൊസീജിയറൽ ഒബ്സ്റ്റാക്കിൾസ് ലിങ്ക്ഡ് ടു പ്രൂവ് കംപ്ലൈൻസസ്. ഇനി ഇതൊന്ന് പ്രൂവ് ചെയ്ത് സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് വരാൻ കുറച്ച് പണി. അപ്പം അങ്ങനെ ഒക്കെ ചിറ്റലാക്കുക. ഇനി റൂൾസ് ഓഫ് ഒറിജിൻ, അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ് പറയും ചൈനയിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഇന്ന സാധനം ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. ചൈനയിൽ നിന്ന് പ്രത്യേകം പറയും. അപ്പം നമ്മളത് കേൾക്കാതെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇമ്പോർട്ടേഴ്സ് ഉണ്ടാവുമല്ലോ,
അപ്പോൾ അവർ ഡൊമസ്റ്റിക്കലി ഉള്ള ഇമ്പോർട്ടേഴ്സ് എന്ത് സൂത്രം ചെയ്യുന്നറിയോ, നേരെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കര ആവശ്യമായിരിക്കും, എന്തിനെങ്കിലും ഉള്ളൊരു റോ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ ചൈനയിൽ നിന്ന് നേരെ യുഎഇക്ക് ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് നേരെ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഗവൺമെൻറ് എങ്ങാനും അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് തരില്ല. അത് പിന്നെ പെനാൽറ്റി ഒക്കെ അടപ്പിക്കും. അതിൻ്റെ റൂൾ ഓഫ് ഒറിജിൻ, അതായത് ഒറിജിൻ എവിടെ നിന്നാണ് അത് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റൂട്ട് മാറ്റി പിടിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്താലും ചൈനയിൽ നിന്ന് നേരെ യുഎഇക്ക്, യുഎഇയിൽ നിന്ന് നേരെ ഇന്ത്യക്ക് അങ്ങനെ ചെയ്താലും ഒറിജിൻ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. റഷ്യ ഉക്രൈൻ വാറൊക്കെ സംഭവിച്ചപ്പോൾ റഷ്യനോടുള്ള വിരോധം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ നിന്നൊന്നും ഇമ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞത്. എന്നിട്ടും നമ്മളങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഒളിച്ചും പാത്തുമൊക്കെ നമുക്ക് റൂട്ട് മാറ്റി ഇമ്പോർട്ട് ചെയ്യേണ്ടി വരിക. ബട്ട് അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരത് തരില്ല ആ സാധനം, നമുക്ക് ചിലപ്പോൾ പെനാൽറ്റിയും കൊടുക്കേണ്ടി വരും. കാരണം ചൈനയിലത്തെ ആ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ബാൻ ചെയ്തതായിരുന്നു, പ്രൊഹിബിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് സീസ് ചെയ്തിട്ട് പെനാൽറ്റി ഒക്കെ അടപ്പിക്കും, അവരത് പിടിച്ചു വെക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒറിജിൻ ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ടൊരു സർട്ടിഫിക്കേഷൻസ് വേണമെന്നാണ് പറഞ്ഞത്. So the important procedural obstacle occur in the home countries for making available certifications regarding origin of goods, especially when different components of the product originate in different countries. ഇത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്, ഏത് കൺട്രിയിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇന്ന കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ചെയ്യരുത്. അപ്പം അത് പാലിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാനാണ്. ഗവൺമെൻറ്റിന് അതൊന്നും അറിയണ്ട, ഗവൺമെൻറ്റിന് ഇമ്പോർട്ട് ചെയ്യുന്നതേ ഇഷ്ടമില്ല ശരിക്കും പറഞ്ഞു. പിന്നെയാണ് സേഫ് ഗാർഡ് മെഷേഴ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ ലാർജ് ക്വാണ്ടിറ്റി ഇമ്പോർട്ടൊക്കെ നടത്താണ് ആൾക്കാർ, ഭയങ്കരമായിട്ട് ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് പുറം രാജ്യങ്ങളിൽ നിന്ന് നടത്തുന്നു. അപ്പം സീരിയസ് ആയിട്ട് ഡൊമസ്റ്റിക് ആൾക്കാർക്ക് പണിയില്ല, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റൊക്കെ ഈച്ചനായിട്ടിരിക്കുകയാണ്, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആരും വാങ്ങാനില്ല. ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡായി, ഈ ഇന്ന പ്രൊഡക്ട്സ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ പുറത്തുനിന്ന് തന്നെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അത്രയും ഇഞ്ചേർഡായെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഫാമേഴ്സിനൊക്കെ ഭയങ്കരമായിട്ടും ഫാമേഴ്സിൻ്റെ പ്രൊഡക്റ്റൊന്നും വിറ്റ് പോകണില്ല എന്നുള്ളൊരു വിഷമമൊക്കെ ഫാമേഴ്സ് ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഈ റെസ്ട്രിക്ഷൻസ് ഒരു ലിമിറ്റഡ് ടൈമിന് വേണ്ടിയിട്ടായിരിക്കും, ഇനി ഒരിക്കലും ഇമ്പോർട്ട് ചെയ്യരുതെന്നൊന്നും പറയില്ല. കുറച്ച് നാളത്തേക്ക് ഈ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഒന്ന് ബൂസ്റ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കും. അത് വല്ലാണ്ട് ഡിസ്ക്രിമിനേറ്ററി അല്ല, ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി രീതിയിൽ. ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ദ മോസ്റ്റ് എക്സ്ട്രീം ഫോം ഓഫ് ട്രേഡ് ബാരിയർ ആണ് ഇപ്പോൾ പറയാൻ പോണത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എംബാർഗോസ് എന്ന് പറയും. ആൻഡ് എംബാർഗോ ഇസ് എ ടോട്ടൽ ബാൻ ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് സം ഓർ ഓൾ കമ്മോഡിറ്റീസ് ടു എ പെർട്ടിക്കുലർ കൺട്രി. നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഷ്യ പോയിട്ട് ഉക്രൈനിൽ വാർ നടത്തിയത് കണ്ടപ്പോൾ യൂറോപ്യൻ കൺട്രീസ് എല്ലാവരും കൂടിയിട്ട് റഷ്യയിലേക്ക് ഇനി ഒരു എക്സ്പോർട്ടും നടത്തരുത്, ഒരു ഇമ്പോർട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ബാനാ ചെയ്തു, എംബാർഗോ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറാനെയും ഇതുപോലെ തന്നെ അമേരിക്കൻ കൺട്രീസും യൂറോപ്യൻ കൺട്രീസൊക്കെ അങ്ങനെ ടോട്ടൽ ബാൻ ഇങ്ങനെ എംബാർഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് എല്ലാ ഗുഡ്സിനെയും ബഹിഷ്കരിക്കാനായിട്ട് പറയും, ഇങ്ങനെ അവരോടുള്ള ഉപരോധം കാണിക്കുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വിരോധം കാണിക്കുന്നതാണ് നമ്മൾ. അപ്പം പക്ഷേ ചില സമയത്ത് കുറച്ച് ഗുഡ്സ് അല്ലെങ്കിൽ ചില ഗുഡ്സ് മാത്രമേ അങ്ങനെ പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൈന ഇന്ത്യയിലെ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യ എന്താ ചെയ്തത്, ടിക്ടോക്കും പബ്ജിയും ബാൻ ചെയ്തില്ലേ. അപ്പോൾ അതുപോലെ ചില സർവീസ് അങ്ങനെയൊക്കെ ചില ഗുഡ്സ് മാത്രം ബാൻ ചെയ്യും. ടോട്ടലി ബാൻ ചെയ്തില്ലേ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ. മൊത്തത്തിലെങ്ങാനും ചൈനയിൽ നിന്ന് ഗുഡ്സ് ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോരുന്നെങ്ങാനും ഇന്ത്യ പറഞ്ഞാൽ ഇന്ത്യക്ക് പണി കിട്ടും. അത് കാരണമാണ് അങ്ങനെയൊന്നും പറയാത്തത്. So this may done due to political reasons or for other reasons such as health, religious sentiments. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊറോണ എഫക്റ്റഡ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നും പാടില്ല എന്ന് പറയില്ല, അതും ഈ എംബാർഗോ തന്നെയാണ്, ദി മോസ്റ്റ് എക്സ്ട്രീം ഫോം ഓഫ് ട്രേഡ് ബാരിയർ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ബൈ, താങ്ക് യു. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.